വാർത്താ സമ്മേളനം ആരംഭിക്കുകയാണ്. കോവിഡ് വ്യാപനം ഗണ്യമായി കുറയാത്ത സ്ഥിതിയാണ് സംസ്ഥാനത്തുള്ളത്. കഴിഞ്ഞ 3 ദിവസത്തെ ശരാശരി TPR 10.5%. ഇത് 10.2 നിന്നാണ് ഉയർന്നത്. ഇന്ന് 14,087 പേർക്കാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. 1,31,682 പരിശോധന നടന്നു. 109 മരണങ്ങളാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. ആകെ 1,15,226 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. അനന്തമായി ലോക്ക്ഡൗൺ അടക്കമുള്ള നിയന്ത്രണങ്ങൾ നീട്ടിക്കൊണ്ടുപോകാനാവില്ല. എത്രയും വേഗം സാധാരണ നിലയിലേക്ക് എത്തേണ്ടതുണ്ട്. അതിനുള്ള സാഹചര്യമൊരുക്കുകയാണ് പ്രധാനം. അതുകൊണ്ടാണ് നിയന്ത്രണങ്ങളിൽ ഘട്ടം ഘട്ടമായി ഇളവ് വരുത്തുന്നത്. ആ ഇളവുകൾ ദുരുപയോഗം ചെയ്യുന്ന പ്രവണത അനുവദിക്കാനാവില്ല. കോവിഡ് 2ാം തരംഗം മറ്റ് സംസ്ഥാനങ്ങളിൽ കെട്ടടങ്ങി തുടങ്ങിയെങ്കിലും കേരളത്തിൽ എന്തുകൊണ്ടാണ് രോഗികളുടെ എണ്ണത്തിൽ കുറവ് വരാത്തതെന്ന് പലരും ആശങ്കപ്പെടുന്നുണ്ട്. പൊതുജനാരോഗ്യ തത്വങ്ങളനുസരിച്ച് പരിശോധിച്ചാൽ ഇതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. അമിതമായി ഭയപ്പെടേണ്ടതില്ലെന്നും കാര്യങ്ങൾ നിയന്ത്രണത്തിലാണെന്നും ആത്മവിശ്വാസത്തോടെ നമുക്ക് പറയാൻ കഴിയും. മാർച്ച് മധ്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ കോവിഡ് 2ാം തരംഗം ആരംഭിച്ചു. കേരളത്തിൽ അല്പം വൈകി മെയ് മാസത്തോടെയാണ് 2ാം തരംഗം പ്രത്യക്ഷപ്പെട്ടത്. ഒരു ഘട്ടത്തിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 29% വരെ ഉയർന്നു. പ്രതിദിന രോഗികളുടെ എണ്ണം 40,000-ന് മുകളിലായിരുന്നു. പിന്നീട് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറഞ്ഞ് ഇപ്പോൾ 10-നടുത്ത് ഏതാനും ദിവസങ്ങളായി വലിയ മാറ്റമില്ലാതെ നിൽക്കുന്നു. പുതുതായി രോഗബാധിതരാകുന്നവരുടെ എണ്ണം ഇപ്പോൾ 14,000 ആയി കുറഞ്ഞിട്ടുണ്ടെങ്കിലും TPR താഴാതെ നിൽക്കുന്നു. രോഗികളുടെ എണ്ണത്തിലുണ്ടായ വർധനക്കനുപാതമായി മരണമടയുന്നവരുടെ എണ്ണത്തിലും വർധനവുണ്ടായിട്ടുണ്ട്. രോഗികളുടെ എണ്ണം ഏറ്റവും കൂടിയിരുന്ന അവസരത്തിൽ പോലും കോവിഡ് ആശുപത്രികളിലും ICUകളിലും രോഗികൾക്ക് ഉചിതമായ ചികിത്സ നൽകാനായിട്ടുണ്ട്. കോവിഡ് ആശുപത്രി കിടക്കകളുടെ 60-70% കൂടുതൽ ഒരിക്കലും ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. മൊത്തം രോഗികളിൽ 90% പേർക്ക് സർക്കാർ ആശുപത്രികളിൽ സൗജന്യ ചികിത്സ നൽകാൻ കഴിഞ്ഞു. മറ്റൊരു സംസ്ഥാനത്തിനും
കൈവരിക്കാൻ കഴിയാത്ത നേട്ടമാണിത്. കാസ്പിൽ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി, ഇതിൽ ചേർന്നിട്ടുള്ള 252ഓളം സ്വകാര്യ ആശുപത്രികളുണ്ട്. ആ ആശുപത്രികളിലെല്ലാം ചികിത്സ നൽകുന്നുണ്ട്. മറ്റ് സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സാ ചെലവ് സർക്കാർ നിയന്ത്രിച്ചിട്ടുമുണ്ട്. സർക്കാർ സ്വകാര്യ മേഖലകൾ തികഞ്ഞ സഹകരണത്തോടെയാണ് കോവിഡിനെ നേരിടാൻ ശ്രമിച്ചു വരുന്നത്. ഗുരുതരമായ രോഗലക്ഷണമില്ലാതെ സമ്പർക്ക വിലക്കിൽ കഴിയേണ്ടി വരുന്നവർക്ക് അതിനുള്ള സൗകര്യം വീടുകളിലില്ലെങ്കിൽ അവർക്ക് മാറി താമസിക്കാനാണ് കരുതൽ വാസ കേന്ദ്രങ്ങൾ സംഘടിപ്പിച്ചത്. ഒന്നാം തരംഗത്തിൻ്റെ അവസാനത്തോടെ ICMR നടത്തിയ സീറോ പ്രോവലൻസ് പഠനമനുസരിച്ച് രോഗവ്യാപന നിരക്ക് മറ്റ് സംസ്ഥാനങ്ങൾ 21.6 ആയിരുന്നു. ഏതാണ്ട് പകുതി മാത്രം, അതായത് 11.4 ഇത് മാത്രമായിരുന്നു കേരളത്തിൽ രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ രണ്ടാം തരംഗത്തിൽ രോഗസാധ്യതയുള്ളവർ സംസ്ഥാനത്ത് കൂടുതലായിരുന്നു. അതുകൊണ്ടാണ് രണ്ടാം തരംഗത്തിൽ രോഗികളുടെ എണ്ണം വർദ്ധിച്ചത്. ആ സാഹചര്യത്തിൽ ടെസ്റ്റിങ്ങിൻ്റെ എണ്ണം ഗണ്യമായി വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. ICMRന്റെ സീറോ പ്രോവലൻസ് പഠനം ഇന്ത്യയിലെ പല നഗരങ്ങളിലും 70 മുതൽ 80% വരെ പേർക്ക് രോഗം വന്നുപോയി എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കോവിഡ് പോലൊരു മഹാമാരിയെ നേരിടുന്ന ഘട്ടത്തിൽ മരണങ്ങളുടെ റിപ്പോർട്ടിംഗ് അത്ര അനായാസമായി ചെയ്യാവുന്ന ഒന്നല്ല. എങ്കിലും മിക്ക സംസ്ഥാനങ്ങളെക്കാളും മെച്ചപ്പെട്ട രീതിയിൽ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനമാണ് കേരളം എന്ന് ICMRന്റെ പഠനം തന്നെ തെളിയിക്കുന്നു. ഒരു ഉദാഹരണം മധ്യപ്രദേശാണ്. അധിക മരണങ്ങൾ കണ്ടെത്താൻ ഈ മെയ് മാസത്തിൽ നടത്തിയ എക്സസ് ഡെത്ത് അനാലിസിസ് പ്രകാരം 2019 മെയ് മാസത്തേക്കാൾ 1,33,000 അധിക മരണങ്ങളാണ് മധ്യപ്രദേശിൽ ഉണ്ടായതായി കണക്കാക്കപ്പെട്ടത്. എന്നാൽ 2,461 മരണങ്ങൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. റിപ്പോർട്ട് ചെയ്തതിൻ്റെ 54 ഇരട്ടിയാണ് അവിടെ സംഭവിച്ച മരണങ്ങളുടെ കണക്ക് എന്ന് കാണാം. അത്തരം പ്രശ്നങ്ങൾ നമ്മുടെ സംസ്ഥാനത്തില്ല. കോവിഡിൻ്റെ ആദ്യ തരംഗ സമയത്ത് ഇന്ത്യയിൽ ഒന്നാകെ 21 പേരിൽ രോഗബാധയുണ്ടാകുമ്പോഴായിരുന്നു ഒരു കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിൽ ഏകദേശം 30 കേസുകൾ ഉണ്ടാകുമ്പോഴായിരുന്നു ഒരു കേസ് റിപ്പോർട്ട് ചെയ്തിരുന്നത്. എന്നാൽ കേരളത്തിൽ 3 കേസുകൾ ഉണ്ടാകുമ്പോൾ തന്നെ
ഒരു കേസ് റിപ്പോർട്ട് ചെയ്യാൻ നമുക്ക് സാധിച്ചു. ആ ജാഗ്രതയാണ് നാം ഇപ്പോഴും തുടരുന്നത്. രണ്ടാം തരംഗത്തിൽ രോഗവ്യാപന സാധ്യത വളരെയേറെയുള്ള ഡെൽറ്റ വൈറസ് വകഭേദമാണ് കേരളത്തിലെത്തിയത്. കൂടുതൽ ജനസാന്ദ്രതയുള്ള സംസ്ഥാനമായതുകൊണ്ട് ഡെൽറ്റ വൈറസ് വ്യാപനം കേരളത്തിൽ കൂടുതലായി സംഭവിച്ചു. മാത്രമല്ല, ഗ്രാമ നഗരങ്ങൾ പരസ്പരം ബന്ധപ്പെട്ട് തുടർച്ചയായി നിലനിൽക്കുന്നതുകൊണ്ട് രോഗം അതിവേഗം സംസ്ഥാനമൊട്ടാകെ പറന്നു പിടിക്കുന്ന സാഹചര്യമുണ്ടായി. ഡെൽറ്റ വൈറസ് രോഗം വന്ന് ഭേദമായവരിലും വാക്സിനേഷൻ എടുത്തവരിലുമുള്ള രോഗപ്രതിരോധത്തെ പരിമിതമായി മറികടക്കുന്നതിനാൽ രോഗം ഭേദമായവർക്ക് റീഇൻഫെക്ഷനും വാക്സിൻ എടുത്തവർക്ക് ബ്രേക്ക് ത്രൂ ഇൻഫെക്ഷനും വരാനിടയായി. ഇപ്പോൾ പോസിറ്റീവ് ആകുന്നവരിൽ പലരും ഈ വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഇവർക്ക് ഗുരുതരമായ രോഗലക്ഷണമുണ്ടാവില്ലെന്നതും മരണസാധ്യതയില്ലെന്നതും ആശ്വാസകരമാണ്. രോഗം പിടിപെടാതെ പരമാവധി ആളുകളെ സംരക്ഷിക്കുക എന്ന നയമാണ് നമ്മുടെ സംസ്ഥാനം ആദ്യം മുതൽ സ്വീകരിച്ചത്. എല്ലാവർക്കും രോഗം വന്ന് സാമൂഹിക പ്രതിരോധ ശേഷി ആർജിക്കുക എന്നതല്ല, മറിച്ച് വാക്സിൻ ലഭ്യമാകുന്നതുവരെ രോഗം പരമാവധി ആളുകൾക്ക് വരാതെ നോക്കി മരണങ്ങൾ കഴിയുന്നത്ര തടയുക എന്ന നയമാണ് നാം പിന്തുടർന്നത്. രോഗത്തെ നിയന്ത്രണാതീതമായി പറന്നു പിടിക്കാൻ വിട്ടാൽ അത് പെട്ടെന്ന് ഉച്ചസ്ഥായിയിലെത്തി പെട്ടെന്ന് തന്നെ വ്യാപനം കുറയും. അത്തരത്തിൽ കുറേയേറെ മരണങ്ങൾ ഉണ്ടാകുന്നത് നോക്കാതെ രോഗവ്യാപനം പെട്ടെന്ന് കുറക്കാനല്ല സംസ്ഥാനം ശ്രമിച്ചത്. പരമാവധി ജീവനുകൾ സംരക്ഷിക്കാനാണ് നാം ശ്രമിച്ചത്. ആളുകൾക്ക് വാക്സിനേഷൻ നൽകി സാമൂഹിക പ്രതിരോധം നേടാനാണ് നാം ശ്രമിക്കുന്നത്. 18 വയസ്സിന് മുകളിലുള്ള 42% ആളുകൾക്ക് ഇതിനകം ഒരു ഡോസ് വാക്സിൻ നൽകിക്കഴിഞ്ഞു. 12% ആളുകൾക്ക് രണ്ടാമത്തെ ഡോസ് വാക്സിനും നൽകി. ഏറ്റവും വേഗത്തിൽ വാക്സിനേഷൻ ചെയ്യുന്ന സംസ്ഥാനമാണ് കേരളം. കേന്ദ്രത്തിൽ നിന്നും കിട്ടുന്ന മുറക്ക് ഒട്ടും പാഴാക്കാതെ വാക്സിൻ വിതരണം ചെയ്യുന്നതിൽ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ നാം മുൻപന്തിയിലാണ്. ഇക്കാര്യത്തിൽ കേന്ദ്രം കേരളത്തെ അഭിനന്ദിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ സ്വകാര്യ ആശുപത്രികൾ വഴിയും വാക്സിൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. കോവിഷീൽഡ്, കോവാക്സിൻ വാക്സിനുകൾക്ക് പുറമെ റഷ്യയുടെ സ്പുട്നിക് വാക്സിനും ചില ആശുപത്രികൾ നൽകി വരുന്നു. അധികം വൈകാതെ ഇന്ത്യൻ അമേരിക്കൻ കമ്പനികളുടെ
മറ്റ് വാക്സിനുകളും ലഭ്യമായി തുടങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതാനും മാസങ്ങൾക്കകം തന്നെ 60-70% പേർക്ക് വാക്സിൻ നൽകി സാമൂഹ്യ പ്രതിരോധശേഷി കൈവരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലോകങ്ങൾ പക്ഷിജാലം പറന്നിറങ്ങുന്ന പുതിയ ശിഖരങ്ങൾ, പേടിച്ചു പലായനം ചെയ്യുന്ന ജീവിവർഗം. പുതിയ കുളമ്പടി ഒച്ചകളുമായി ലോകം ഈ ആഴ്ച എല്ലാ വ്യാഴാഴ്ചയും രാത്രി 9:30. സ്പെഷ്യൽ ട്രെയിൻ, സ്പെഷ്യൽ മീൽസ്, സ്പെഷ്യൽ ഓർഡർ. കുറ്റവരാരും തന്നെ ഇവിടെ ഇല്ല. നോ, എ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ. സ്പെഷ്യൽ കറസ്പോണ്ടന്റ്, സ്പെഷ്യലിസം, സ്പെഷ്യാലിറ്റി, സ്പെഷ്യലൈസേഷൻ. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 9:30. രാഷ്ട്രീയം 140 കോടി ജനതയുടെ ജീവിതത്തെ തൊടുന്ന വിധം. പാടത്ത് വിളയുന്നതും പണിയിടത്തിൽ സംഭവിക്കുന്നതും. ഇന്ത്യ എന്ന വൈവിധ്യത്തിന്റെ കലവറയിലൂടെ. ന്യൂസ് 18 ഇന്ത്യ എല്ലാ ഞായറാഴ്ചയും രാവിലെ 9:30 രാത്രി 7:30. ക്കുന്നതിന് തയ്യാറാകണം. വാക്സിൻ നൽകുന്നതിനുള്ള മാർഗരേഖ ഉടനെ പ്രസിദ്ധപ്പെടുത്താൻ കഴിയും. ലഘൂകരിച്ച ലോക്ക്ഡൗൺ വിജയിപ്പിക്കുന്നതോടൊപ്പം അർഹമായ മുറക്ക് വാക്സിൻ സ്വീകരിക്കാനും സൂക്ഷ്മതലത്തിൽ കോവിഡ് പെരുമാറ്റച്ചട്ടങ്ങൾ പാലിക്കാനും എല്ലാവരും ശ്രദ്ധിച്ചാൽ നമുക്ക് മഹാമാരിയെ നിയന്ത്രണ വിധേയമാക്കി മൂന്നാം തരംഗം ഒഴിവാക്കാൻ കഴിയും. മാസ്ക് മാറ്റുന്ന അവസരങ്ങളിൽ ആഹാരവും പാനീയവും മറ്റും കഴിക്കുമ്പോൾ ശരീരദൂരം പാലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വാക്സിൻ എടുത്തവർ ബ്രേക്ക് ത്രൂ ഇൻഫെക്ഷൻ ഒഴിവാക്കാനും മറ്റുള്ളവരിലേക്ക് രോഗം പരത്താതിരിക്കാനും മാസ്ക് ധരിക്കണം. വാക്സിൻ എടുത്തവർ രോഗവാഹകരാവാൻ സാധ്യതയുണ്ട്. അടഞ്ഞ മുറികൾ, പ്രത്യേകിച്ച് AC മുറികൾ ഉപയോഗിക്കരുത്. മുറികളുടെ ജനാലകൾ തുറന്നിട്ട് വായു സഞ്ചാരം ഉറപ്പാക്കണം. ചെറുതും വലുതുമായ കൂടിച്ചേരലുകളും ഒഴിവാക്കണം. മദ്യവിൽപ്പന സ്ഥാപനങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന വലിയ ക്യൂ, അത് നമ്മുടെ സംസ്ഥാനത്ത് വലിയൊരു പ്രശ്നമായി തന്നെ മാറിയിട്ടുണ്ട്. അത് ഒഴിവാക്കുന്നതിനായി പ്രത്യേക കൗണ്ടർ ഏർപ്പെടുത്തുന്നുണ്ട്. അതായത് മുൻകൂട്ടി തുകയടച്ച് പെട്ടെന്ന് മദ്യം കൊടുക്കാൻ പാകത്തിൽ പ്രത്യേക കൗണ്ടർ തുറക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. മാത്രമല്ല, തിരക്കുള്ള സ്ഥലങ്ങളിൽ കൗണ്ടറുകളുടെ എണ്ണം കൂട്ടുകയും ചെയ്യും.
അതോടൊപ്പം ഈ കാണുന്ന തിരക്ക് ഒഴിവാക്കുന്നതിനാവശ്യമായ മറ്റ് ശാസ്ത്രീയമായ മാർഗങ്ങളെക്കുറിച്ചും ആലോചിക്കും. വാക്സിനേഷൻ നേരത്തെ പറഞ്ഞ രീതിയിൽ പൂർത്തിയാവും വരെ ശക്തമായ നടപടികൾ നമുക്ക് തുടരേണ്ടതുണ്ട്. 2 ഡോസ് വാക്സിനേഷൻ അല്ലെങ്കിൽ 72 മണിക്കൂറിനുള്ളിൽ എടുത്ത RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉള്ള ആളുകളെയാണ് ഇത്തവണ ശബരിമലയിൽ മാസപൂജയ്ക്ക് പ്രവേശിക്കാൻ അനുവദിക്കുക. പരമാവധി 5000 ആളുകളെ വെർച്വൽ ക്യൂ സംവിധാനം വഴി പ്രവേശിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കോവിഡ് കാലത്ത് പ്രമേഹ രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതായി ചില പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കോവിഡ് ബാധിതരിൽ അല്പകാലത്തിന് ശേഷം പ്രമേഹം പുതുതായി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്ന് പ്രശസ്ത മെഡിക്കൽ ജേർണലായ ലാൻസെറ്റിൽ മെയ് മാസത്തിൽ പ്രസിദ്ധീകരിച്ച പഠനം വ്യക്തമാക്കുന്നു. കോവിഡ് ബാധിക്കാത്തവരെക്കാൾ 39% അധിക സാധ്യതയാണ് കോവിഡ് ബാധിച്ചവരിൽ കണ്ടെത്തിയത്. അതുകൊണ്ട് 18 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ കോവിഡ് രോഗബാധയ്ക്ക് ശേഷം പ്രമേഹത്തിന് ലക്ഷണങ്ങൾ കണ്ടെത്തിയാൽ സാമൂഹ്യ സുരക്ഷാ മിഷന്റെ കീഴിലുള്ള മിഠായി പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യണം. ടൈപ്പ് 1 ഡയബറ്റീസ് ബാധിതരായ കുട്ടികൾക്ക് വേണ്ടി സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണത്. രജിസ്റ്റർ ചെയ്യുന്നതിനായി www.mithai.org മിഠായി MITTAAYI.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കണം. ഈ പദ്ധതി വഴി കുട്ടികൾക്ക് സൗജന്യ ചികിത്സയും മാനസികാരോഗ്യ പിന്തുണയും നൽകും.
230 ഡോസ് കോവാക്സിനും ഉൾപ്പെടെ ആകെ 1,32,72,040 ഡോസ് വാക്സിൻ കേന്ദ്രം നൽകിയതാണ്. നമ്മുടെ സംസ്ഥാനത്ത് 2.5 മുതൽ 3 ലക്ഷം വരെ പേർക്ക് വാക്സിൻ നൽകാനാണ് ശ്രമിക്കുന്നത് ഒരു ദിവസം. സംസ്ഥാനത്ത് പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ വാക്സിനേഷൻ രജിസ്ട്രേഷനായി വേവ് വാക്സിൻ സമത്വത്തിനായി മുന്നേറാം എന്ന പേരിൽ ക്യാമ്പയിൻ ആരംഭിച്ചു. സ്വന്തമായി രജിസ്റ്റർ ചെയ്യാൻ അറിയാത്തവരും സൗകര്യമില്ലാത്തവരുമായ BPL വിഭാഗത്തിൽപ്പെട്ടവരെ വാക്സിനേഷന്റെ ഭാഗമാക്കാനാണ് ഈ പദ്ധതി. ആശാവർക്കർമാരുടെ സേവനം ഉപയോഗിച്ചാണ് ക്യാമ്പയിൻ. വാർഡ് തലത്തിലായിരിക്കും രജിസ്ട്രേഷൻ. ജൂലൈ 31-നകം ഇത്തരക്കാരുടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാനാണ് ശ്രമിക്കുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ സംസ്ഥാനത്ത് മാസ്ക് ധരിക്കാത്ത 10,047 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. സാമൂഹ്യ അകലം പാലിക്കാത്തതിന് 5,790 പേർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചു. പിഴയായി 31,65,500 രൂപയാണ് ഇക്കഴിഞ്ഞ ദിവസം ഈടാക്കിയത്. കേരളത്തിൽ സിക്ക വൈറസ് രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സിക്ക കേരളത്തിലെത്തിയത് തീരെ അപ്രതീക്ഷിതമായല്ല. ഡെങ്കി, ചിക്കൻ ഗുനിയ തുടങ്ങിയ വൈറസ് രോഗങ്ങളെപ്പോലെ ഈഡിസ് ഈജിപ്തൈ, ഈഡിസ് ആൽബോബിറ്റിക്സ് കൊതുകുകൾ പരത്തുന്ന രോഗമാണ് സിക്ക. കേരളത്തിൽ ഈഡിസ് ഈജിപ്തൈ കൊതുക് അതിൻ്റെ സാന്ദ്രത വളരെ കൂടുതലാണ്. ഗുരുതരമായ രോഗമല്ലെങ്കിലും സിക്ക രോഗത്തിൻ്റെ പ്രധാന പ്രശ്നം ഗർഭിണികളെ ബാധിച്ചാൽ ഗർഭസ്ഥ ശിശുക്കൾക്ക് തലച്ചോറിൻ്റെ വരൾച്ച മുരടിക്കുന്ന മൈക്രോകെഫലി എന്ന ജന്മവൈകല്യമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നതാണ്. അപൂർവമായി സുഷുമ്നാ നാഡിയെ ബാധിക്കുന്ന ഗില്ലൻ ബാരി സിൻഡ്രോം സിക്ക രോഗികളിൽ കണ്ടിട്ടുണ്ട്. കേരളത്തിൽ സിക കണ്ടെത്തിയ വനിത പ്രസവിച്ച കുട്ടിയിൽ ആരോഗ്യ പ്രശ്നമൊന്നും കണ്ടെത്തിയിട്ടില്ല. അത് ആശ്വാസകരമാണ്. അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് ഈഡിസ് കൊതുകുകൾ വളരുന്നത്. ഇത്തരം കൊതുകുകൾ അധിക ദൂരം പറക്കില്ല. അതുകൊണ്ട് വീടുകളുടെ പരിസരത്ത് തന്നെ ഉണ്ടാവും. വീട്ടിലും ചുറ്റുപാടും കെട്ടിക്കിടക്കുന്ന വെള്ളം നീക്കം ചെയ്യൽ പ്രധാനമാണ്. കൊതുക് പെറ്റുപെരുകാൻ സാധ്യതയുള്ള ഉറവിടങ്ങൾ ഇല്ലാതാക്കലാണ് പ്രധാനമായും വേണ്ടത്. വീട്ടിലും പരിസരത്തിലും കെട്ടിക്കിടക്കുന്ന വെള്ളം നീക്കം ചെയ്യാനുള്ള ഡ്രൈ ഡേ ആഴ്ചയിൽ ഒരു ദിവസം നിർബന്ധമായും എല്ലാ വീടുകളിലും നടത്തിയിരിക്കണം. കൊതുകുവല ഉപയോഗിച്ചും ശരീരം മുഴുവൻ മൂടുന്ന വസ്ത്രം ധരിച്ചും കൊതുകിനെ അകറ്റുന്ന തിരികളും ലേപനങ്ങളും ഉപയോഗിച്ചും
കൊതുകുകടിയിൽ നിന്നും രക്ഷ തേടേണ്ടതുണ്ട്. വൈകുന്നേരങ്ങളിലും രാവിലെയുമാണ് ഈ കൊതുകുകൾ വീട്ടിലേക്ക് കടന്ന് മനുഷ്യരെ കടിക്കുന്നത്. വൈകുന്നേരം മുതൽ രാവിലെ വരെ വീടുകളുടെ കതകും ജനാലകളും അടച്ചിടാനോ തുറന്നിടുകയാണെങ്കിൽ കൊതുക് വലകൾ ഉപയോഗിച്ച് മറക്കാനോ ശ്രമിക്കേണ്ടതാണ്. പ്രാണീജന്യ രോഗനിയന്ത്രണത്തിനായി ഹെൽത്ത് സർവീസസിൻ്റെ കീഴിൽ സംസ്ഥാന തലത്തിലും ജില്ലാതലത്തിലും പ്രവർത്തിക്കുന്ന വെക്ടർ കൺട്രോൾ യൂണിറ്റുകളുടെ പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്തും. ചേർത്തലയിലും കോഴിക്കോടും പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാർ സ്ഥാപനമായ സെന്റർ ഫോർ ഡിസീസ് കൺട്രോളിൻ്റെയും ഇന്ത്യൻ കൗൺസിൽ ഓഫ് റിസർച്ചിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കോട്ടയത്തെ വെക്ടർ കൺട്രോൾ റിസർച്ച് സെൻ്ററിൻ്റെ സഹായവും കൊതുക് നിയന്ത്രണത്തിനായി പ്രയോജനപ്പെടുത്തും. സംസ്ഥാനത്ത് കാലവർഷം വീണ്ടും സജീവമായിരിക്കുകയാണ്. അടുത്ത ദിവസങ്ങളിൽ കേരളത്തിൽ വ്യാപകമായി മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രവചനം. ചിലയിടങ്ങളിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയുമുണ്ട്. ഇന്ന് എറണാകുളം, ഇടുക്കി, തൃശ്ശൂർ, കാസർഗോഡ് ഇത്രയും ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പത്തനംതിട്ട, കോട്ടയം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ എന്നീ ജില്ലകളിൽ ഇന്നും, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെയും, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ജൂലൈ 12-നും അതിശക്തമായ മഴ മുന്നറിയിപ്പും ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. റെഡ്, ഓറഞ്ച് അലേർട്ടുകൾ പ്രഖ്യാപിക്കപ്പെട്ട ജില്ലകളിൽ അപകട സാധ്യതകൾ ലഘൂകരിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തീകരിക്കാൻ കലക്ടർമാർക്കും ബന്ധപ്പെട്ട വകുപ്പുകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിതീവ്ര മഴ ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും വെള്ളക്കെട്ടുകൾക്കും മിന്നൽ പ്രളയങ്ങൾക്കും കാരണമായേക്കാമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. പമ്പ, മണിമലയാർ, അച്ചൻകോവിലാർ തുടങ്ങിയ നദികളുടെ ചില മേഖലകളിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ നദിക്കരകളിൽ താമസിക്കുന്ന ആളുകൾ പ്രത്യേകമായി ജാഗ്രത പാലിക്കണം. വടക്കൻ കേരളത്തിലെ മലയോര മേഖലകളിൽ മുൻവർഷങ്ങളിലുണ്ടായ ഉരുൾപൊട്ടൽ അത്തരം പ്രദേശങ്ങളിലുള്ളവരും ഉരുൾപൊട്ടൽ സാധ്യതാ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും അധികൃതർ ആവശ്യപ്പെടുന്ന ഘട്ടത്തിൽ മാറി താമസിക്കാൻ തയ്യാറാവണം. മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റ് വീശാനും മോശം കാലാവസ്ഥക്കും സാധ്യതയുള്ളതിനാൽ ജൂലൈ 14 വരെ കേരള തീരത്ത് നിന്ന് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകാൻ പാടുള്ളതല്ല. ഉയർന്ന തിരമാലക്കും കടൽക്ഷോഭത്തിനും സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പുള്ളതിനാൽ തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. പിന്നെ നമുക്ക് ലഭിച്ച സഹായങ്ങളാണ്. നോർക്കയുടെ
കെയർ കേരള ഇനീഷ്യേറ്റീവ് മുഖാന്തരം US നിന്നും ലഭിച്ച സഹായങ്ങൾ, ന്യൂ ഇംഗ്ലണ്ട് മലയാളി അസോസിയേഷൻ നെമ 20 ഓക്സിജൻ കോൺസെൻട്രേറ്ററുകൾ, കേരള അസോസിയേഷൻ ഓഫ് നാഷ് വിൽ 110 ഓക്സിജൻ കോൺസെൻട്രേറ്ററുകളും 500 പൾസ് ഓക്സിമീറ്ററുകളും, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻ്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസസ് കോഴിക്കോട് 1,04,860, KTDC ഓഫീസേഴ്സ് അസോസിയേഷൻ 1,500,000, തൃശൂർ ജില്ലാ ലേബർ കോൺട്രാക്ട് സഹകരണ സംഘം 1,01,001, മലപ്പുറം വെട്ടിച്ചിറ മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് അരിക്കാടൻ പോക്കർ എന്ന ബാബഹാജി 1,00,000, AIYF വയനാട് ജില്ലാ കമ്മിറ്റി 1,00,000, താമരശ്ശേരി കോഓപ്പറേറ്റീവ് അർബൻ സൊസൈറ്റി ജീവനക്കാരുടെ വിഹിതം ഉൾപ്പെടെ 1,00,000, ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി സംസ്ഥാന കമ്മിറ്റി 1,00,000, ദേവികുളം വ്യാപാരി വ്യവസായി സഹകരണ സംഘം 1,00,000, കേരള അഡ്വർടൈസിംഗ് ഇൻഡസ്ട്രീസ് അസോസിയേഷൻ 1,00,000, കുടുംബശ്രീ അരുവിക്കര പഞ്ചായത്ത് CDS 1,00,000, കൊടകര ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS 1,00,000. ഇത്രയുമാണ് ഇന്ന് കൈമാറാനുള്ള വിവരങ്ങൾ. ഈ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കാര്യമായി കുറയാത്തൊരു സാഹചര്യമാണല്ലോ. സർക്കാർ ഉദ്ദേശിച്ചതിന് 5-ന് താഴെ ആക്കണമെന്നാണ്. നിയന്ത്രണങ്ങൾ ലഘൂകരിക്കുകയും ചില സ്ഥലങ്ങളിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടും എന്തുകൊണ്ട് ആ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറയ്ക്കാൻ കഴിയുന്നില്ല? മാത്രമല്ല, ഇപ്പോൾ ഈ നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചത് കാരണം പൊതുനിരത്തിലൊക്കെ വൻ ജനത്തിരക്കുമാണ്, ഗതാഗത കുരുക്കുമാണ്. ഇതാണല്ലോ എല്ലാ ഈ റിവ്യൂ മീറ്റിങ്ങിന് ശേഷവും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാര്യം. നമ്മൾ നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചത് കടുത്ത നിയന്ത്രണങ്ങളോടെ എല്ലാ കാലവും പോകാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ കോവിഡ് പ്രോട്ടോകോൾ കൃത്യമായി പാലിക്കണം എന്ന് അതേസമയം പറയുന്നുണ്ടായിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ പലയിടത്തും അത് കൃത്യമായി പാലിക്കുന്നൊരവസ്ഥയല്ല ഉള്ളത്. അത് അനാവശ്യമായ ആൾക്കൂട്ടങ്ങൾക്കും ഇടയാക്കുന്ന നില വരുന്നുണ്ട്. അതുകൊണ്ടാണ് അത് പൂർണ്ണമായി ഒഴിവാക്കണം എന്ന് നിർബന്ധപൂർവം തന്നെ അഭ്യർത്ഥിക്കുന്നത്. ഈ കോവിഡ് മരണങ്ങളിൽ നഷ്ടപരിഹാരത്തിനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. പക്ഷേ ഈ ഗൾഫിൽ മരിച്ച മലയാളികളുടെ കണക്ക് നമ്മുടെ കൈവശമുണ്ടോ? അവർക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള വല്ല സംവിധാനമുണ്ടോ? അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഗവൺമെന്റിന്റെ അടുത്താണ് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ഗവൺമെന്റാണ് അക്കാര്യത്തരം കാര്യങ്ങളിൽ വ്യക്തതയാർന്നൊരു നിലപാട് സ്വീകരിക്കേണ്ടത്. അത് തുറന്നു ബന്ധപ്പെടും. ഈ മരണത്തിൽ കേന്ദ്രം ഇപ്പോൾ ഒരു സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം നഷ്ടപരിഹാരം കൊടുക്കാൻ തീരുമാനിച്ചു. നമ്മൾ ഈ പഴയ 1ാം കോവിഡ് തരംഗകാലത്തെ മരണം ഉൾപ്പെടെ പരിശോധിക്കുമോ? പരാതി കിട്ടിയാൽ പരിശോധിക്കുന്നൊക്കെ പറയുന്നു. അതിലൊരു വ്യക്തമായൊരു മാർഗനിർദ്ദേശത്തിലേക്ക് നമ്മൾ പോകുന്നുണ്ടോ? അതോ കേന്ദ്രത്തിന്റെ നിലപാട് അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണോ? അല്ല, ഈ മരണവുമായി ബന്ധപ്പെട്ട് വലിയ പരാതികൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട് എന്ന് തോന്നുന്നില്ല. ഏതെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് പരിശോധിക്കാനും പരിഹരിക്കാനുമുള്ള നടപടികൾ ഇവിടെ സ്വീകരിക്കുകയും ചെയ്യും. എന്നാൽ മറ്റ് കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് ഇനിയും വ്യക്തത വരുത്തേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. ആ വ്യക്തത വന്നതിന് ശേഷം അതിന്റെ ഭാഗമായുള്ള നടപടികൾ നമുക്ക് സ്വീകരിച്ചു പോകാം. നമ്മുടെ സംസ്ഥാനത്ത് നിരന്തരം 10,000-നോ അല്ലെങ്കിൽ അതിന് മുകളിലോ നിൽക്കുകയാണ് കണക്ക്. അപ്പോൾ ഈ ശനിയും ഞായറും ലോക്ക്ഡൗൺ അത് ഏതെങ്കിലും തരത്തിൽ പ്രയോജനകരമാകണമെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? അത് നീട്ടിക്കൊണ്ട് പോകാൻ പറ്റുമോ? എങ്ങനെ? അത് ഈ വിദഗ്ധർ പറയുന്നത് നമ്മൾ ഈ 10% അടുത്തിങ്ങനെ നിൽക്കുന്നത് നമ്മുടെ നിയന്ത്രണങ്ങൾ ഈ തരത്തിൽ തുറന്നുകൊണ്ട് തന്നെയാണ് എന്നാണ്. അതല്ലായിരുന്നുവെങ്കിൽ കുറെ കൂടി കൂടുതൽ വ്യാപനമുണ്ടായേക്കും എന്ന് ഈ രംഗത്തുള്ള എല്ലാ വിദഗ്ധരും അഭിപ്രായപ്പെടുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കോവിഡ് വ്യാപനം തടയുന്നതിന് ഇപ്പോൾ ഏർപ്പെടുത്തിയുള്ള നിയന്ത്രണങ്ങൾ തുടരുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കരണീയമായിട്ടുള്ളത്. ഈ കേന്ദ്രം സഹകരണ മന്ത്രാലയം രൂപീകരിച്ചത് സംസ്ഥാനത്തിന്റെ അധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമാണെന്ന ആക്ഷേപമുണ്ട്. ഇതില് മുഖ്യമന്ത്രി ഇടപെടണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. അല്ല, സഹകരണ മന്ത്രാലയം സാധാരണഗതിയിൽ രൂപീകരിക്കുന്നത് നമ്മുടെ വിവിധ സംസ്ഥാനങ്ങളിൽ പലതരത്തിലുള്ള ആശങ്കകൾ ഉണ്ടാക്കുന്നത് സ്വാഭാവികമാണ്.
കാരണം സഹകരണം എന്നത് പൂർണ്ണമായും ഒരു സംസ്ഥാന വിഷയമാണ്. സംസ്ഥാനങ്ങളിലാണ് ആ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നേരിയ തോതിലൊരു മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്ന സംവിധാനം ഇപ്പം തന്നെ നിലവിലുണ്ട്. അത് വളരെ ചെറിയ തോതിലുള്ളതാണ്. രാജ്യത്താകെ ഒരു സഹകരണ വകുപ്പ് കൈകാര്യം ചെയ്യത്തക്ക നിലക്കുള്ള കാര്യങ്ങൾ അതിനകത്തില്ല. അപ്പോൾ ഇത്തരമൊരു ഘട്ടത്തിൽ സഹകരണ മേഖലയിലേക്കുള്ള വരവ് അത് ഒട്ടേറെ ആശങ്കകൾ സഹകാരികളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പല പ്രതികരണങ്ങളും വന്നിട്ടുമുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്താണ് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കി ആവശ്യമായ നടപടികൾ സ്വീകരിക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. CM, ഈ കോവിഡ് നിയന്ത്രണങ്ങളോട് ജനങ്ങൾ നന്നായി സഹകരിക്കുന്നുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്ന് വല്ലാത്ത പ്രകോപനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ചും മലപ്പുറം ജില്ലയിൽ നേരത്തെയും CM-നോട് ഇതേ ചോദ്യങ്ങൾ ഉന്നയിച്ചതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ടുണ്ടായൊരു സംഭവം മലപ്പുറത്ത് ഒരു മാധ്യമപ്രവർത്തകന് തന്നെ വലിയ മർദ്ദനമേൽക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു പ്രകോപനവും ഇല്ലാതെ തിരൂർ CI നേരിട്ട് വന്ന് അവിടുത്തെ മലപ്പുറം ജില്ലാ സെക്രട്ടറി കൂടിയാണ് അദ്ദേഹത്തെ മർദ്ദിക്കുന്ന ഒരവസ്ഥയുണ്ടായി. അതിലെന്തെങ്കിലും നടപടികൾ തീരുമാനിച്ചിട്ടുണ്ടോ? ഒന്ന്, ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് പോലീസ് മർദ്ദിക്കുക എന്നൊരു നിലപാട് സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ നിലപാട്. അതിൽ പരസ്യമായി ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുമ്പോൾ അതിൽ കടുത്ത ആക്ഷേപങ്ങൾ ഉയരുമെന്നത് സ്വാഭാവികമാണ്. ഇവിടെയൊരു മാധ്യമം ലേഖകനാണ് ഇതിൻ്റെ ഭാഗമായി പരാതിക്ക് ഇടയായ സംഭവത്തിൽ പെട്ടയാൾ എന്നത് കണ്ടിട്ടുണ്ട്. ആവശ്യമായ പരിശോധനയും അതിൻ്റെ ഭാഗമായുള്ള നടപടികളും ഉണ്ടാകുമെന്നത് ഉറപ്പാണ്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് സജീവമായിട്ട് കേൾക്കുന്ന വിഷയമാണ് കിറ്റെക്സുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ. കിറ്റെക്സ് ഇവിടെ നിന്ന് തെലങ്കാനയിലേക്ക് പോയി അവിടെ 1000 കോടി രൂപയുടെ നിക്ഷേപം നടത്താൻ വേണ്ടി തീരുമാനം എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ആ പോയതിന് പിന്നിലൊരു രാഷ്ട്രീയമുണ്ട്. കാരണം പെട്ടെന്ന് ഒരു തീരുമാനിക്കുന്നു, വിമാനം വരുന്നു, പോകുന്നു, അതിന് പിന്നിലൊരു രാഷ്ട്രീയമുണ്ട് എന്ന് പറയുന്നുണ്ട്. സർക്കാർ ഇവിടുന്ന് ആട്ടിപ്പായിച്ചു എന്നാണ് സാബു ജേക്കബ് പറഞ്ഞത്. CM അതിനെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, വിമാനയച്ചതും കൊണ്ടുപോയതും ഒക്കെ അവരുടെ താല്പര്യത്തിൻ്റെ ഭാഗമായിരിക്കും. അവിടെ ഒരു വ്യവസായം വരുന്നത് നല്ലതാണ് എന്ന് തെലങ്കാന സംസ്ഥാനം കാണുന്നുണ്ടായിരിക്കും. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഒരു ഓഫർ വന്നപ്പോൾ അതിൻ്റെ ഭാഗമായി പോകുന്ന നിലയെ അവർ വിമാനം അയച്ച് സ്വീകരിക്കുന്ന നിലയായിരിക്കും ഉണ്ടായിട്ടുണ്ടാകുക. അത് ഭാവിയിൽ തെളിയിക്കേണ്ട കാര്യമാണ് എന്താണ് എന്നുള്ളത്. ഞാനിപ്പോൾ അതിൻ്റെ അകത്ത് മറ്റൊരു നിലപാട് സ്വീകരിക്കാൻ പോകുന്നില്ല. പക്ഷേ ഇത് ഉയർത്തുന്ന ഗൗരവമായ പ്രശ്നങ്ങളുണ്ട്. അതിൽ ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഒരുപാട് വസ്തുതകൾക്ക് നിരക്കാത്ത വാദങ്ങൾ ഈ ഘട്ടത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളം എന്ന സംസ്ഥാനം നിക്ഷേപത്തിന് അനുകൂലമല്ല എന്നതാണ്. ഇത് പണ്ട് നമ്മുടെ സംസ്ഥാനത്ത് പറഞ്ഞു പരത്തിയ ഒരു ആക്ഷേപമായിരുന്നു. എന്നാൽ അത് പൂർണ്ണമായി തന്നെ നമ്മുടെ നാട് നിരാകരിച്ചിട്ടുണ്ട്. ഇപ്പം നാട്ടിനെക്കുറിച്ച് അറിയാവുന്ന എല്ലാവരും, അത് വ്യവസായികളായാലും ഇവിടെ വ്യവസായം നടത്തുന്നവരായാലും ഇവിടത്തെക്കുറിച്ച് അറിയുന്ന വ്യവസായികളായാലും അവരെല്ലാം ഏറ്റവും വലിയ നിക്ഷേപ സൗഹൃദമുള്ള സംസ്ഥാനമാണ് കേരളം എന്ന നിലയിലാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ മറ്റൊരു വാദം, ഈ നിക്ഷേപ സൗഹൃദമല്ല എന്നൊരു വാദം ഉയർത്തുമ്പോൾ അത് കേരളത്തിനെതിരായൊരു വാദമായിട്ട് മാത്രമേ കണക്കാക്കാൻ പറ്റൂ. കേരളത്തെ അപമാനിക്കാനുള്ള ഒരു ആസൂത്രിത നീക്കം എന്ന നിലക്ക് മാത്രമേ അതിനെ കണക്കിലെടുക്കാൻ പറ്റൂ. ഇപ്പോൾ ദേശീയ തലത്തിൽ എടുത്താൽ മികച്ച നിക്ഷേപ സൗഹൃദ അന്തരീക്ഷമുള്ള സംസ്ഥാനമാണ് കേരളം. നാം ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ട് തന്നെ വിജ്ഞാന സമ്പദ്ഘടനയിലേക്കുള്ള മാറ്റമാണ്. അതിനുള്ള നടപടികളാണ് നാം സ്വീകരിച്ചു പോകുന്നത്. ഇപ്പം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അവസ്ഥ എന്താണ്? ഇപ്പം നീതി ആയോഗ് ഈ മാസം പ്രസിദ്ധപ്പെടുത്തിയ സുസ്ഥിര വികസന സൂചികയുണ്ട്. രാജ്യത്തെക്കുറിച്ചാണത്.
പക്ഷെ അതിൽ കേരളമാണ് ഒന്നാം സ്ഥാനത്ത്. കേരളം നേടിയത് 75 സ്കോറാണ്. സൂചികയിലെ പ്രധാന പരിഗണനാ വിഷയം വ്യവസായ വികസനമാണ്. ആ വ്യവസായ വികസനമാണ് ഈ നേട്ടം കൈവരിക്കാൻ നമ്മളെ ഏറ്റവും പ്രധാനമായി സഹായിച്ചത്. പിന്നെ നീതി ആയോഗിൻ്റെ തന്നെ മറ്റൊരു സൂചികയായ ഇന്ത്യ ഇന്നവേഷൻ സൂചികയിൽ മികച്ച ബിസിനസ് സാഹചര്യം, മനുഷ്യ മൂലധനം എന്നീ വിഭാഗങ്ങളിൽ 2ാം സ്ഥാനവും മെച്ചപ്പെട്ട നിക്ഷേപ സാഹചര്യങ്ങൾ എന്ന വിഭാഗത്തിൽ 4ാം സ്ഥാനവും കേരളത്തിന് കൈവരിക്കാനായി. ഇതൊന്നും ആർക്കും മറച്ചു വെക്കാൻ കഴിയുന്ന കാര്യമല്ല. ഇതൊക്കെ ചില വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ കണക്കാക്കുന്നതാണല്ലോ. അതേപോലെ തന്നെ നാഷണൽ കൗൺസിൽ ഓഫ് അപ്ലൈഡ് എക്കണോമിക്സ് റിസർച്ച് അവരുടെ 2018 നിക്ഷേപ സാധ്യതാ സൂചികയിൽ കേരളം 4ാമതായിരുന്നു. ഭൂമി, തൊഴിൽ, രാഷ്ട്രീയ സ്ഥിരത, ബിസിനസ് അവബോധം ഇങ്ങനെയുള്ള ഘടകങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് അവരുടെ വിലയിരുത്തലുണ്ടായത്. ഇപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഈ കേരളത്തിൽ വ്യവസായം നടത്തുന്നവർക്കും വ്യവസായത്തിൽ താല്പര്യമുള്ളതുമായ എല്ലാവർക്കും അറിയാം, ഈ സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം, ഇപ്പോഴത്തല്ല ഞാൻ പറയുന്നത്, 2016 മുതലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്, സുപ്രധാനമായ വ്യവസായ നിക്ഷേപ അനുകൂല നടപടികളാണ് സംസ്ഥാനത്ത് സ്വീകരിച്ചു വന്നത്. അതിൻ്റെ ഭാഗമായി വ്യവസായ തർക്ക പരിഹാരത്തിനായി സ്റ്റാറ്റ്യൂട്ടറി സ്വഭാവത്തോടെ ജില്ലാതല സമിതികൾ രൂപീകരിക്കാൻ ഇപ്പോൾ ഗവൺമെൻറ് വന്നപ്പോൾ ആദ്യ മന്ത്രിസഭാ യോഗം തന്നെ തീരുമാനിക്കുകയുണ്ടായി. വ്യവസായ സ്ഥാപനങ്ങളിലെ പരിശോധനയ്ക്കായി കേന്ദ്രീകൃത സംവിധാനം രൂപീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് സോഫ്റ്റ്വെയർ അധിഷ്ഠിതമായ പരാതിരഹിത സംവിധാനം എന്ന നിലക്കാണ് പ്രവർത്തിക്കുക. അതോടൊപ്പം നിലവിലുള്ള ത്രിതല സംവിധാനമുണ്ട്. അതിനു പുറമെ സംസ്ഥാനത്തെ എല്ലാ വ്യവസായ പാർക്കുകളിലും സംരംഭകർക്ക് അതിവേഗം അനുമതി ലഭ്യമാക്കുന്നതിന് ഏകജാലക ബോർഡുകൾ രൂപീകരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിനു പുറമെ MSMEകൾ കോവിഡ് മഹാമാരി സൃഷ്ടിച്ച പ്രതിസന്ധി മറികടക്കുന്നതിന് 1416 കോടി രൂപയുടെ സഹായ പദ്ധതിയാണ് MSMEകൾക്ക് സർക്കാർ പ്രഖ്യാപിച്ചത്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നവീകരണത്തിനായുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുകയാണ്. കൊച്ചി ബാംഗ്ലൂർ വ്യവസായ ഇടനാഴിക്കായി സ്ഥലമേറ്റെടുക്കുന്ന പ്രക്രിയ പൂർത്തിയാക്കാനുള്ള നടപടികളാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം ഒട്ടേറെ നിയമങ്ങളിൽ മാറ്റം വരുത്തി നടപടികൾ ലളിതമാക്കി നിക്ഷേപകർക്കും സംരംഭകർക്കും അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കാനാണ് സർക്കാർ തയ്യാറായിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് നടപടികളാണ് ഈ കാര്യത്തിന് വേണ്ടി LDF സർക്കാർ സ്വീകരിച്ചിട്ടുള്ളതെന്ന് കാണാൻ നമുക്ക് സാധിക്കും. നിക്ഷേപകർ ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കിയാൽ ഒരാഴ്ചക്കകം ആവശ്യമായ അംഗീകാരം നൽകും. K-SWIFT വഴി അപേക്ഷയും നൽകാം. MSME വ്യവസായങ്ങൾ ആരംഭിക്കുന്നതിനുള്ള അപേക്ഷകളിൽ നടപടികൾ വേഗത്തിലാക്കാൻ KSADC MD കൺവീനറായി നിക്ഷേപം സുഗമമാക്കൽ ബ്യൂറോ രൂപീകരിച്ചിട്ടുമുണ്ട്. ഇനി സംരംഭകർക്ക് എന്തെങ്കിലും സംശയമുണ്ടായാൽ അതിന് മറുപടി നൽകാനുള്ള ടോൾ ഫ്രീ സൗകര്യമുണ്ട്. സംരംഭക അനുമതിക്കുള്ള അപേക്ഷകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിന് രൂപീകരിച്ച ഇൻവെസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റേഷൻ സെൻ്ററുണ്ട്. ഇൻവെസ്റ്റ് കണക്ട് ന്യൂസ് ലെറ്ററുണ്ട്. വ്യവസായ ലൈസൻസ് കാലാവധി 5 വർഷമായി വർദ്ധിപ്പിക്കാനുള്ള നടപടി, അത് വ്യവസായികളുടെ ദീർഘകാലത്തെ ആവശ്യമാണ്. ലൈസൻസ് പുതുക്കുന്നതിന് ഓട്ടോ റിന്യൂവൽ സൗകര്യം, സ്വകാര്യ വ്യവസായ പാർക്കുകൾക്കുള്ള അനുമതി, അസന്റ് നിക്ഷേപ സംഗമം തുടങ്ങിയവ കഴിഞ്ഞ 5 വർഷക്കാലത്തിനുള്ളിൽ നിക്ഷേപം ആകർഷിക്കുന്നതിനു വേണ്ടി നമ്മുടെ സംസ്ഥാനത്ത്
സ്വീകരിച്ച പദ്ധതികളാണ്. ഇപ്പം സർക്കാർ ലക്ഷ്യമിടുന്നത് എന്താ? ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങിൽ 10ാം സ്ഥാനത്തേക്ക് കേരളത്തെ ഈ വർഷം എത്തിക്കാനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. ഇതിനിടയിൽ ഒറ്റപ്പെട്ട എന്തെങ്കിലും ചൂണ്ടിക്കാണിച്ച് സംസ്ഥാനത്തിൻ്റെ വ്യവസായ പുരോഗതിക്ക് തടസ്സം സൃഷ്ടിക്കാനുള്ള ശ്രമം നല്ലതല്ല. അത്തരം നീക്കങ്ങൾ നാടിൻ്റെ മുന്നോട്ട് പോക്കിനെ തകർക്കാനുള്ളതായിട്ട് മാത്രമേ മറ്റെല്ലാവരും വിലയിരുത്തുകയുള്ളൂ. ഒരു കാര്യം നാം കാണണം, നിയമവും ചട്ടങ്ങളും പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. പരാതികൾ വന്നാൽ സ്വാഭാവികമായി പരിശോധനയുണ്ടാവും. അത് ഏതെങ്കിലും തരത്തിലുള്ള വേട്ടയാടലായി കാണേണ്ടതായിട്ടേ ഇല്ല. ഒരു കാര്യം വ്യക്തമാണ്, ഈ കേരളത്തിൽ വ്യവസായം നടത്തുന്ന എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്, ആരെയും വേട്ടയാടാൻ ഈ സർക്കാർ തയ്യാറല്ല എന്നുള്ളതാണ് ആ കാര്യം. അത് പല വ്യവസായികളും പരസ്യമായി തന്നെ സമ്മതിക്കുന്ന കാര്യവുമാണ്. അതുകൊണ്ട് കേരളത്തിൻ്റെ വ്യാവസായിക അന്തരീക്ഷം കൂടുതൽ സൗഹൃദമാക്കാനും നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരാനും സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. നമ്മൾ സമയം കഴിഞ്ഞു പോയി, ബാക്കി കാര്യം നമുക്ക് പിന്നീടാകാം. കിറ്റക്സ് വിഷയത്തിൽ കണക്കുകൾ നിരത്തിയായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. നിക്ഷേപം സുഗമമാക്കാൻ ശ്രമിച്ച് വസ്തുതകൾ നിരക്കാത്ത വാദങ്ങളാണ് പറയുന്നത്. വ്യവസായ സൗഹൃദമല്ലെന്ന വാദം നിലനിൽക്കില്ലെന്നും മുഖ്യമന്ത്രി അവസാനം കിറ്റക്സ് വിഷയവുമായി സംബന്ധിച്ച ചോദ്യത്തിന് മറുപടിയായി നൽകി.